ഇന്ന് വേഗത്തിലൊരു ബിരിയാണി സെറ്റ് ചെയ്താലോ? പെട്ടെന്നുണ്ടായ പ്ലാനും തട്ടിക്കൂട്ടിയൊരു ബിരിയാണിയാണ് ഇത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കണേ നോക്കിയാലോ? ചിക്കൻ ഉപ്പും മുളകും മഞ്ഞളും കുറച്ച് കുരുമുളകും ഇട്ട് വറക്കുക. ചോറ് വെക്കാനുള്ള കലത്തിൽ വെള്ളം ഒഴിച്ച് ഉപ്പ്, സ്പൈസസ്, ഏലക്ക, ഗീ, സ്ക്വീസ് ഓഫ് ലെമൺ, പുതിനയില, മല്ലിയില, കുറച്ച് പൈനാപ്പിളും ആഡ് ചെയ്ത് ചൂടാക്കാൻ വെക്കാം. ദേ ചിക്കൻ വറുത്ത് റെഡി ആയിട്ടുണ്ട്. അരി വേവിക്കാനുള്ള വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഫ്രഷ് ലൈം റെഡിയാക്കാം. ആദ്യം ലെമൺ, പുതിനയില, ഇഞ്ചി, വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് അതിനകത്ത് കുറച്ച് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് വെക്കാം. വീണ്ടും മിക്സിയുടെ ജാർ എടുക്കുക. കുറച്ച് പൈനാപ്പിൾ, പഞ്ചസാര, കുറച്ച് വെള്ളം ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സിയിലിട്ട് കറക്കാം. ഇത് ആദ്യത്തെ മിക്സിലേക്ക് അരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതൊരു പാത്രത്തിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കാം. അരിക്കുള്ള വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിനായിട്ടുള്ള അരി നന്നായിട്ട് കഴുകിയെടുക്കാം. 3 തവണ നന്നായിട്ട് കഴുകിയ അരി നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ ഇടയിൽ കൂടെ ബിരിയാണിക്കുള്ള മുട്ടയും കൂടെ നമുക്ക് പുഴുങ്ങാൻ വെക്കാം. ഇനി ചിക്കനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക് ചതച്ചത് നമുക്ക് വഴറ്റിയ സവാളയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ടൊമാറ്റോയും ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം വറുത്ത ചിക്കനും ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കാം. മല്ലിയില, പുതിനയിലയും ചേർത്ത് ആവശ്യത്തിന് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ചേർത്ത് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദേ അപ്പുറത്തെ അടുപ്പിലിരുന്ന് അരിയും വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുക്കുക, ഗീ ഇടുക. ആദ്യം നമുക്ക് കാഷ്യൂനട്ട് വറുത്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് മുന്തിരിയും വറുത്ത് മാറ്റാം. ശേഷം സവാളയും വറുത്ത് കുറച്ച് തേങ്ങയും കൂടെ വറുത്തെടുത്തു കഴിഞ്ഞാൽ ദേ ആ പരിപാടി അവിടെ കഴിഞ്ഞു. കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ബിരിയാണി എസൻസും ചേർത്ത് മിക്സ് ചെയ്ത് ഒരു ഗ്ലാസ്സിൽ വെക്കുക. ഇനി ബിരിയാണി ദം ചെയ്യാനുള്ള പരിപാടി സെറ്റ് ചെയ്യാം. ഒരു ലെയർ ചിക്കൻ, ഒരു ലെയർ ചോറ്, പിന്നെ വറുത്തെടുത്ത കിസ്മിസ്, അണ്ടിപ്പരിപ്പ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ എസൻസും ആഡ് ചെയ്യുക. സെയിം പ്രോസസ് റിപ്പീറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് ദം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ആള് കാണുന്ന പോലെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ മക്കളെ ട്രൈ ചെയ്ത് നോക്കിയോ.